നമസ്കാരം. ജനുവരി 30-നാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ഡോക്ടർ CJ റോയ് ആത്മഹത്യ ചെയ്തത്. അതും സ്വന്തം ബംഗളൂരിലെ സ്വന്തം ഓഫീസ് ആസ്ഥാനത്ത് വെച്ച്. അതിനുശേഷം അഭ്യൂഹങ്ങൾ പരക്കുകയായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ 8ഓളം പേജുള്ള ആ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തത്. എന്നിട്ടും അവ്യക്തത തുടരുകയാണ്. ഇതിനിടെ നമ്മുടെ മലയാളത്തിലെ ചില മാധ്യമങ്ങൾ, ചില ഓൺലൈൻ യൂട്യൂബ് മാധ്യമങ്ങൾ CJ റോയിയുടെ അദ്ദേഹത്തിന് ചില പരസ്ത്രീ ബന്ധമുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് തീരെ തരംതാണ രീതിയിലുള്ള ചില വാർത്തകളൊക്കെ പടച്ചുവിടുന്നുണ്ട്. അതിലൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് ആദ്യമേ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഡോക്ടർ CJ റോയ് എന്നത് കേരളത്തിലെ അല്ല, രാജ്യത്തെ തന്നെ ആദ്യത്തെ മുൻനിര കോടിപതിമാരിൽ ഒരാളാണ്. രാജ്യത്തെ പ്രമുഖ വ്യവസായ സംരംഭകരിൽ ഒരാളാണ്. വികസിത ഭാരതം എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ഒരു ലക്ഷ്യത്തിന് അറിഞ്ഞോ അറിയാതെയോ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒക്കെ കൈയച്ച് സംഭാവന നൽകിയിരുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ ബിസിനസ് ശൃംഖല ഇന്ത്യൻ കടലുകൾ കടന്ന് ദുബായിലേക്ക് പോയപ്പോഴത്തേക്കാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കമെന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വീഡിയോ ഞങ്ങൾ പറഞ്ഞിരുന്നു. കാരണം വ്യവസായത്തിന്റെ നെറുകയിലേക്ക് കുതിക്കും തോറും ശത്രുക്കളുടെ എണ്ണവും കൂടും. മലയാളിയായിരുന്ന ബിസ്ക്കറ്റ് രാജൻപിള്ള, അതുപോലെ തന്നെ മറ്റ് മുതിർന്ന ഉന്നതരായ ചില മലയാളി വ്യവസായികൾ, ഇവരുടെയൊക്കെ മരണകാരണങ്ങളും അതിന് പിന്നിൽ അസൂയ, തൊഴിൽ രംഗത്തെ ചില കടുത്ത ശത്രുതാ മനോഭാവങ്ങൾ, ഇതൊക്കെ തന്നെയായിരുന്നു. ഡോക്ടർ CJ റോയ് നിലവിൽ കേരളത്തിലും ദക്ഷിണേന്ത്യയിലും ദുബായിലുമൊക്കെയായി നിരവധി നിർമ്മാണ പ്രൊജക്റ്റുകൾ, വ്യവസായ സംരംഭങ്ങൾ ഇതൊക്കെ വിജയകരമായി നടപ്പാക്കി തൻ്റെ ഈ വ്യവസായ സംരംഭ രംഗത്ത് വെന്നുകൊടി പാറിച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ചില സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട കഥകളൊക്കെ ഉണ്ടാക്കി പടച്ചുണ്ടാക്കി ഇതാണ് അദ്ദേഹം പൊടുന്നതിന് തൻ്റെ സൈലൻസർ ഘടിപ്പിച്ച റിവോൾവർ എടുത്ത് ഹൃദയത്തിൽ വെടിയുതിർത്ത് മരിക്കാൻ കാരണം എന്നൊക്കെ പറയുന്നത് തികച്ചും ബാലിശമാണ്. ആ കുടുംബത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. കാരണം ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൂത്ത പുത്രനാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ അധിപനായി ഇപ്പോൾ ചുമതലയേറ്റിരിക്കുന്നത്. ശവസംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞിരുന്നു, ഓർമ്മ ചടങ്ങുകളും പൂർത്തിയായി. പക്ഷേ ഇനി ഇതിൽ പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാനായ CJ റോയ് ജീവനൊടുക്കിയതിൽ കൊച്ചിയിലെ ചില ഫ്ളാറ്റ് ഇടപാടുകൾ ഉണ്ടോ എന്ന് സംശയമുണ്ട്. കഴിഞ്ഞ വർഷം അദ്ദേഹം നടത്തിയ ഫ്ളാറ്റ് ഇടപാടുകളിലേക്ക് ചില അന്വേഷണങ്ങൾ മുന്നോട്ട് പോയിരുന്നു. കൊച്ചിയിലെ 186 ഫ്ളാറ്റുകൾ വളരെ വില കുറച്ച് വിറ്റു എന്നൊരു ആരോപണം അദ്ദേഹത്തിനെതിരെ പൊതു സമൂഹത്തിൽ ഉയർത്തിയിരുന്നില്ല. പക്ഷേ ആദായ നികുതി വകുപ്പിന് ഇത് സംബന്ധിച്ച് കൊച്ചിയിൽ നിന്നും പരാതി ലഭിച്ചിരുന്നു. അപ്പോൾ CJ റോയ്ക്കെതിരെ പാര പണിതതിൽ ഒരു വിഭാഗം നമ്മുടെ കേരളത്തിനുള്ളിൽ നിന്ന് തന്നെയായിരുന്നു എന്ന് വ്യക്തം. കോടികൾ മതിക്കുന്ന, അല്ലെങ്കിൽ 1 കോടിയോളം മതിക്കുന്ന ഫ്ളാറ്റുകളാണ്. അങ്ങനെ 156 ഫ്ളാറ്റുകൾ അദ്ദേഹം 40 മുതൽ 50 ലക്ഷം രൂപ വരെ വില കാട്ടി വിറ്റു എന്നാണ് കാണുന്നത്. കണക്കുകളിലെല്ലാം 40 മുതൽ 50 ലക്ഷം രൂപ വരെയാണ് ആ ഫ്ളാറ്റിന്റെ വില. ഇതാണ് ആദായ നികുതി വകുപ്പിന്റെ സംശയത്തിന് ഇടയാക്കിയത്. അപ്പോൾ എന്തായിരുന്നു CJ റോയ് ഈ ഫ്ളാറ്റുകൾ, കൊച്ചിയിലെ ഈ ഫ്ളാറ്റുകൾ ഇത്ര വില കുറച്ച് വിൽക്കാൻ കാരണം, അല്ലെങ്കിൽ ഈ വില കുറച്ച് രേഖകളിൽ കാണിച്ചിട്ട് എന്തായിരുന്നു അതിലെ ഇടപാട്? അങ്ങനെയായിരുന്നു നവംബർ ഡിസംബർ മാസങ്ങളിൽ ബംഗളൂരുവിലെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ പെന്റഗൺ ആസ്ഥാനത്ത് കൊച്ചിയിൽ നിന്നുള്ള ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയത്. ഇതോടൊപ്പം സർക്കാർ, ഇന്ത്യ UAE സർക്കാർ തമ്മിലുള്ള ഒരു ബയലാറ്ററൽ സഹകരണ കരാർ പ്രകാരം ഉള്ള ആ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് CJ റോയ് എന്ന വ്യവസായി ദുബായിൽ കഴിഞ്ഞ വർഷം അവസാനം ആരംഭിച്ച ഒരു നിർമ്മാണ സംരംഭം, അതിൽ എന്തൊക്കെയാണ്, ആ ഇടപാടിൽ എന്തൊക്കെയാണ് സംശയമുണ്ടായിരുന്നത്, ദുബായ് സർക്കാരിനുണ്ടായ ആ സംശയങ്ങൾ അത് ഇന്ത്യ സർക്കാരിനെ അറിയിച്ചിരുന്നു. അതും ഇൻകം ടാക്സിന്റെ ഈ പരിശോധനയ്ക്ക് കാരണമായി. അനധികൃത പണമിടപാടുകൾ നടത്തി എന്ന് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടില്ല. അവർ കണ്ടെത്തുന്ന മുറയ്ക്ക് ഈ വിഷയം കണ്ടെത്തുകയാണെങ്കിൽ EDയും ഈ വിഷയം അന്വേഷിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഇതേപ്പറ്റിയൊക്കെ CJ റോയ്ക്ക് വളരെ വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ദുബായിൽ CJ റോയ് ആരംഭിച്ച തന്റെ വമ്പൻ നിക്ഷേപങ്ങൾ
പ്രോപ്പർട്ടി നിക്ഷേപങ്ങൾ, പ്രൊജക്റ്റുകൾ, ഇതിലൊക്കെ ബാങ്ക് വായ്പകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതേപ്പറ്റി പല അഭിമുഖങ്ങളിലും സി ജെ റോയ് വ്യക്തമാക്കിയിരുന്നു, തനിക്ക് ഒരു ബാങ്ക് വായ്പയുമില്ല, ഒരു കടബാധ്യതയുമില്ല. പക്ഷേ എങ്കിൽ പിന്നെ ഇത്രയും കനത്ത നിക്ഷേപങ്ങൾ ദുബായ് രൂപ, അവിടുത്തെ വിനിമയ നിരക്കിൽ ഇത്രയും നിക്ഷേപങ്ങൾ എങ്ങനെ നടത്തി? ഇതൊക്കെയാണ് ദുബായ് സർക്കാരിനെ സംശയത്തിന്റെ മുൾമുനയിലേക്ക് കൊണ്ടെത്തിച്ചത്. നമ്മുടെ ഇൻകം ടാക്സ് ഏജൻസിക്കും ഈ ഒരു സംശയമായിരുന്നു. പരിധികളില്ലാതെ എങ്ങനെ വായ്പകൾ എടുക്കാതെ എങ്ങനെ സി ജെ റോയ് ദുബായ് അടക്കമുള്ള ഗൾഫ് നാടുകളിൽ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട്? നവംബർ ഡിസംബർ മാസത്തിൽ തന്റെ കമ്പനിയിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടത്തിയപ്പോൾ തന്റെ 8 വിവിധ ഉപ കമ്പനികൾക്ക് വേണ്ടി സി ജെ റോയ് ബംഗളൂരു ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. ഡിസംബർ 16 ഇൻകം ടാക്സിന്റെ നടപടികൾ വിലക്കണമെന്ന് ആവശ്യപ്പെട്ടു. 2 ദിവസത്തിന് ശേഷം സി ജെ റോയ് അതൊക്കെ പിൻവലിച്ചു. ഇതിനെന്താണ് കാരണം? ഇതും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർക്ക് അറിയേണ്ടതുണ്ട്. ആരുടെ സമ്മതപ്രകാരമാണ് റോയ് ഈ ഹർജി പിൻവലിച്ചത്? ഇതുമായി ബന്ധപ്പെട്ട് റോയിയുടെ ലീഗൽ അഡ്വൈസേഴ്സിനെ ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് ഇൻകം ടാക്സ് അധികൃതർ. കാരണം റോയ് ആത്മഹത്യ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്ത അവസ്ഥയിലായിരുന്നില്ല. അതിനുശേഷമല്ല അദ്ദേഹം തന്റെ മുറിയിലേക്ക് കയറി കതകടച്ചതും വെടിയുതിർത്തതും എന്നാണ് CCTV ദൃശ്യങ്ങൾ വെളിവാക്കുന്നതും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിഗമനവും അതുതന്നെയാണ്. മരണത്തിന് തൊട്ട് മുമ്പ് തന്റെ സഹോദരൻ CJ ബാബു അല്ലാതെ മറ്റാരെയൊക്കെ റോയ് വിളിച്ചിരുന്നു? CJ ബാബുവിനെ വിളിച്ചിട്ട് റോയ് പറഞ്ഞിരുന്നു, ഫുക്കറ്റിലായിരുന്നു അദ്ദേഹം. ഫുക്കറ്റിൽ ഉണ്ടായിരുന്ന തന്റെ സഹോദരനെ വിളിച്ച് റോയ് പറഞ്ഞത്, ഇൻകം ടാക്സുകാർ വീണ്ടും എത്തിയിട്ടുണ്ട്, തനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല, ഇത്രയും വേഗം എത്തണം, കുടുങ്ങുമെന്ന് ഭീതിയുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മറ്റാരെയൊക്കെ മരണത്തിന് തൊട്ട് മുമ്പുള്ള മണിക്കൂറുകളിൽ, ദിവസങ്ങളിൽ സി ജെ റോയ് ഫോൺ ചെയ്തിരുന്നു, ബന്ധപ്പെട്ടിരുന്നു എന്നൊക്കെ പ്രത്യേക സംഘം പരിശോധിച്ചു വരികയാണ്. അദ്ദേഹത്തിന്റെ ഡയറിയിലെ ആത്മഹത്യാക്കുറിപ്പിൽ 9 പേജുകൾ എഴുതിയ ആ കുറിപ്പിൽ ചില പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ, കേരളത്തിലെ അടക്കമുള്ള ചില പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ പേരുണ്ടെന്ന് അഭ്യൂഹമുണ്ട്. അതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. ആ ഡയറി കുറിപ്പുകൾ പുറത്തുവിട്ടിട്ടില്ല. കുടുംബത്തിന് പോലും അതിന്റെ രേഖ ഇതുവരെ നൽകിയിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളും സി ജെ റോയുമായി ബിനാമി ഇടപാടുണ്ടായിരുന്നു? ഏതെങ്കിലും 12ഓളം സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട് അദ്ദേഹം, മലയാള സിനിമകൾ. അപ്പോൾ ഈ സിനിമാ മേഖലയിലെ വമ്പൻ പണം കൊയ്യുന്നവരുമായി സി ജെ റോയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നു? രാഷ്ട്രീയ സിനിമാ മേഖലകളിലെ വൻ തോക്കുകളുടെ ബിനാമിയായിരുന്നോ? അല്ലെങ്കിൽ വെറും ബിനാമി മാത്രമല്ല, അവരുടെ പണവും സി ജെ റോയ് തന്റെ ബിസിനസ്സിന് ഉപയോഗിച്ചിരുന്നോ? ഈ പണം ഉപയോഗിച്ചാണോ സി ജെ റോയ് ദുബായിലെ തന്റെ വായ്പ രഹിത നിക്ഷേപങ്ങൾ നടത്തിയിരുന്നത്? ആരെങ്കിലും സി ജെ റോയ്ക്ക് ബിനാമി തുക നൽകിയിരുന്നെങ്കിൽ അവരുടെ പേര് വിവരങ്ങൾ അവർക്ക് വെളിപ്പെടുത്തേണ്ട കാര്യമില്ല, അവർ രക്ഷപ്പെട്ടു എന്ന് കരുതാം. പക്ഷേ സി ജെ റോയ് തനിക്ക് എവിടെ നീ വൻ തുകകൾ ലഭിച്ചു എന്ന് വെളിപ്പെടുത്തേണ്ട ഒരു ബാധ്യസ്ഥത സി ജെ റോയ്ക്കുണ്ട്. ഇതൊക്കെ വച്ചുകൂട്ടിയുള്ള മാനസിക സമ്മർദ്ദമായിരിക്കാം അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. എന്തായാലും അദ്ദേഹം കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ്. അദ്ദേഹം മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ചെന്ന് കണ്ട ചില ഡോക്ടർമാരുടെ മൊഴികളിൽ നിന്നും വ്യക്തമാണ്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായി സി ജെ റോയ് ചില മരുന്നുകൾ ഉപയോഗിച്ചിരുന്നു എന്നും വ്യക്തമാണ്. പക്ഷേ ജീവൻ ഒടുക്കാൻ തക്ക കാരണം എന്താണ്? ചില കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങൾ പറയുന്നത് പോലെ അത് പരസ്ത്രീ ബന്ധമോ ഒന്നുമല്ല. അദ്ദേഹത്തിന് ഇത്രയും കരുത്തനായ, ഇത്രയും അനുഭവ സമ്പത്തുള്ള, മനസ്കട്ടി ഉണ്ടായിരുന്ന ഒരു വ്യവസായ സംരംഭകന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. കാരണം വളരെ വ്യക്തമാകും. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കും തോറും ഈ ഒരു ദുരൂഹ മരണത്തിന്റെ, ദുരൂഹ ആത്മഹത്യയുടെ ചുരുളഴിയും എന്ന് തന്നെയാണ് ഇപ്പോൾ രാജ്യം കരുതുന്നത്.